ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അരിപ്പൊടിയും ശർക്കരയൊക്കെ വെച്ചിട്ട് നല്ല നാടൻ ടേസ്റ്റിലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കൂടുതൽ ചേരുവകളൊന്നും ചേർക്കാതെ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണിത്. അപ്പോൾ നല്ല മധുരമുള്ളതായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ശർക്കര എടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയൊക്കെ എടുക്കട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നത് 1 കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മധുരം തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. കൂടുതലായിട്ട് മധുരമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 ശർക്കര വരെയൊക്കെ എടുക്കാം. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1.25 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരുപാട് തിളപ്പിച്ച് കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഒന്ന് മെൽറ്റായാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രമായിട്ട് എടുത്തിട്ടുള്ളത്, ഇതിലേക്ക് ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുക. അത്യാവശ്യം നല്ലപോലെ ചൂടുള്ള ഒരു ശർക്കരപ്പാനി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് കിട്ടും. ഞാനിതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 3 എണ്ണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു സ്നാക്സിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നല്ലപോലെ തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി എടുക്കട്ടോ. 1 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഫസ്റ്റ് പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ബാക്കി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് ഇട്ടിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാരണ പൊടിയൊക്കെ വാട്ടിയെടുക്കുമല്ലോ, അതുപോലെയാണ് കേട്ടോ ഇത് എടുക്കേണ്ടത്. ഇപ്പോൾ കണ്ട ഏകദേശം ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് റെഡിയായി കിട്ടണം. അതായത് ഒന്നും കൂടി ഇതിൻ്റെ ആ ഒരു വെള്ളപ്പറ്റൊന്ന് മാറി കിട്ടണം. ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ആ ഒരു പരുവത്തിലായി കിട്ടണം. അപ്പോൾ ഇത് നല്ലപോലെ ഇപ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഒരുപാട് തണുത്ത് പോവണ്ട, നല്ല ചൂടൊന്നും മാറി കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. നെയ്യൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു മാവ്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചൂടുണ്ട് ഇപ്പോഴും, എന്നാലും ആ ഒരു നല്ല ചൂട് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൈ വെച്ചിട്ട് കുഴക്കാൻ പാകത്തിനുള്ള ചൂട് തന്നെ ഉള്ളൂ. നമ്മൾ പത്തിരിക്ക് കുഴച്ചെടുക്കുന്ന പോലെ ഒരുപാട് സമയം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 മിനിറ്റ് നേരം ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. നെയ്യ് ചേർത്തുകൊണ്ട് തന്നെ ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിലോ നെയ്യോ തടവി കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയാൽ മതി. ഇനി ഇതിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഞാനിത് ഒരുപാട് വലുപ്പത്തിലൊന്നുമല്ല കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് എടുക്കുമല്ലോ, അതുപോലെയാണ് എടുത്തിട്ടുള്ളത്. കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ വശത്ത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഹോളാക്കി എടുക്കുക കേട്ടോ. നമ്മൾ ഉഴുന്നുവടക്കൊക്കെ ഹോളാക്കി എടുക്കുമല്ലോ, അതുപോലെ ചെയ്യാം. ഇപ്പം നമ്മൾ സെൻറ്ററിൽ ഇതുപോലെ ഹോളൊക്കെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് കട്ടിയിൽ തയ്യാറാക്കി എടുക്കരുത്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുക്ക് ചെയ്ത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് കയ്യിൽ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഒരു സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഒന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരുവിധമൊക്കെ കുഴച്ചെടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് പെട്ടെന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. 1.25 കപ്പ് ശർക്കരപ്പാനിയിലാണ് കേട്ടോ ഞാൻ 1 കപ്പ് അരിപ്പൊടി വാട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചായിരിക്കും ശർക്കരപ്പാനിയുടെ അളവൊക്കെ, അതിനനുസരിച്ച് നോക്കിയിട്ടൊക്കെ എടുക്കുക കേട്ടോ. വെള്ളമൊക്കെ നമ്മുടെ മാവ് വാട്ടിയെടുക്കുന്ന ഒരു സമയത്ത് കറക്റ്റ് പരുവത്തിൽ തന്നെ കിട്ടണം. അപ്പോൾ നമുക്ക് കുറച്ച് ഉണ്ടാക്കിയെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നില്ല. ആദ്യം ഒരു 6-7 ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളത് പിന്നീട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമയം കൊണ്ട് ബാക്കിയുള്ളത് ഇതുപോലെ ആക്കിയെടുക്കാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് പകരം ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഒന്നും കൂടി ഹെൽത്തി ആയിരിക്കും. പക്ഷേ കഴിക്കാനൊരു ടേസ്റ്റും അതുപോലെ തന്നെ കാണാനൊരു ഭംഗിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു 6-7 തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതുപോലെ തയ്യാറാക്കിയിട്ട് നമുക്ക് ഒരുപാട് സമയം വേണമെങ്കിലും വെക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, പെട്ടെന്ന് ഡ്രൈ ആയി പോവില്ല, നമ്മൾ നെയ്യൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുത്തോണ്ട് തന്നെ. ഇതുപോലെ ഒരു പാനിലാണ് കേട്ടോ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൻ്റെ പകുതിയോളം മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഓയിൽ ചൂടാക്കിയതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം ഇതിന്ന് ഓരോന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ. ഇത് കുക്കായി കിട്ടാൻ എത്രത്തോളം സമയമുണ്ട് അത്ര സമയം നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇത് കുറച്ച് കട്ടിയായിട്ടുള്ളൊരു മാവായതുകൊണ്ട് തന്നെ സമയമെടുക്കും ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉൾവശമൊക്കെ നല്ലപോലെ കുക്കായി കിട്ടണമെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. എന്നാൽ ഇത് ഒട്ടും ഓയിലൊന്നും കുടിക്കാത്ത ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ 2 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് ഒരു വശം. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേനും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഏകദേശം 2 മിനിറ്റോളം വേണം കേട്ടോ ആ ഒരു സൈഡും കുക്കായിട്ട് കിട്ടാൻ. നമ്മളിത് കുറച്ച് സമയം എടുത്തിട്ട് തയ്യാറാക്കി എടുക്കേണ്ട ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിൽ പോലും ഇത് കുക്കിംഗ് സമയം കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉൾവശമൊന്നും കുക്കായിട്ട് കിട്ടൂല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ അതാ 2 സൈഡും നല്ലപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം 2 വശം ഒരേ രീതിയിൽ തന്നെ കളർ മാറി കിട്ടിയിട്ടുണ്ട്, ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ ഫിനിഷായിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണ്ട കിട്ടാൻ, ഒട്ടും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. നമ്മൾ നല്ലപോലെ കുഴച്ചെടുത്തുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ടുള്ള ഓയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലേക്കൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലത്തെ പലഹാരങ്ങൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ കുറച്ച് വലുപ്പമുള്ള പാൻ എടുക്കുക കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇതും അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. മധുരമുള്ളത് കാരണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിപ്പൊടിയും ശർക്കരയൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ശർക്കര ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും കഴിക്കാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.